ഞാൻ അനൂരഞ്ജി സൈക്കാട്രിക് കൗൺസിലർ. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വൈറ്റമിൻ ഡി എങ്ങനെയാണ് സ്ട്രെസ് ലെവലിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. അപ്പം മൊത്തത്തിലുള്ള നമ്മളുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. അപ്പം വൈറ്റമിൻ ഡിയുടെ അളവ് കുറയുന്നത് മൂലം നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും വഴിമാറാറുണ്ട്. അപ്പം വൈറ്റമിൻ ഡി നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സൂര്യപ്രകാശത്തിൽ നിന്നും, അതുപോലെ തന്നെ ഭക്ഷണക്രമം എന്ന് പറഞ്ഞാൽ കൊഴുപ്പുള്ള മത്സ്യം, പാൽ ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞക്കുരു, പിന്നെ കൂടാതെ സപ്ലിമെൻ്റ് ഉപയോഗിക്കുന്നതിലൂടെയാണ് വൈറ്റമിൻ ഡി നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നത്. അപ്പം വൈറ്റമിൻ ഡിയുടെ അളവ് ഞാൻ മുമ്പ് പറഞ്ഞാൽ നമ്മുടെ ഒപ്റ്റിമൽ ലെവൽ നിലനിർത്താനും അതുപോലെ തന്നെ നമ്മളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് വൈറ്റമിൻ ഡി. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ അളവ് മൂലം ശരീരത്തിന് വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്ന് പറഞ്ഞു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം, നമുക്ക് ശരീരത്തിന് വേദന ഉണ്ടാകാം, ഇൻഫ്ലമേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഉറക്കക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ സ്ട്രെസ്സും ആൻസൈറ്റിയും കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം വൈറ്റമിൻ ഡി എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മുടെ ശരീരത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോൺ ഹെൽത്തിനെ ഇത് വളരെയേറെ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സഹായിക്കാറുണ്ട്. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കൂടുതൽ എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. പിന്നെ കാർഡിയോവാസ്കുലർ ഹെൽത്തിനെ ഇത് വളരെയേറെ സഹായിക്കാറുണ്ട്. ക്യാൻസർ പ്രിവെൻഷൻ ആണെന്ന് പറയാറുണ്ട്. പിന്നെ മസിലിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. മസിലിൻ്റെ ഫങ്ഷനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സഹായകമായ ഒന്നാണ്. കൂടാതെ ഇൻസുലിൻ റെഗുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡയബറ്റിക് പ്രിവെൻഷന് ഇത് സഹായകമാണ് എന്ന് പറയാറുണ്ട്. കൂടാതെ നമുക്ക് പറഞ്ഞ പോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ വൈറ്റമിൻ ഡിക്ക്. അപ്പം ശരീരത്തിലുണ്ടാകുന്ന വീക്കം കുറയ്ക്കാനൊക്കെ സഹായകമായ ഒന്നാണ്. പിന്നെ സ്കിൻ ഹെൽത്തിന് ഇത് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് വൈറ്റമിൻ ഡി. പിന്നെ ഇത് കൂടാതെ തന്നെ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യാനും കുട്ടിയുടെ ഡെവലപ്മെൻറ്റിന് ഇത് വളരെ അത്യാവശ്യമായ ഒന്നാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലേ, പ്രഗ്നൻസി ടൈമിൽ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാറുണ്ട്, ഇല്ല കുട്ടിക്ക് മഞ്ഞ കളറുണ്ട്, അതുകൊണ്ട് ലൈറ്റ് അടിപ്പിക്കണം, സൂര്യപ്രകാശം കൊള്ളിക്കണം എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വൈറ്റമിൻ ഡിയുടെ അളവ് കുറയുന്നത് കുട്ടി പ്രസവം കഴിയുമ്പോൾ, ഡെലിവറി കഴിയുമ്പോൾ കുട്ടികൾക്ക് മഞ്ഞ കളർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ ആളുകൾ പറയും എപ്പോഴും 7 മാസം മുതൽ വെയിൽ കൊള്ളാനും വയറിൽ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ അനുസരിച്ച് ചുരിദാറും നൈറ്റിയൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് പലപ്പോഴും ഡയറക്റ്റായിട്ട് സൂര്യപ്രകാശം വയറിൽ അടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ പ്രഗ്നൻ്റ് ആയവർ ശ്രദ്ധിക്കുക, 7 മാസം മുതൽ നിങ്ങൾ 7 മണി മുതൽ 9 മണി വരെയുള്ള വെയിലും അതുപോലെ തന്നെ 3 മണിക്ക് ശേഷമുള്ള ഇളവെയിലും കൊള്ളുന്നത് വളരെയേറെ നല്ലതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് വളരെയേറെ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ കുട്ടിയുടെ വളർച്ചയ്ക്കൊക്കെ വളരെയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. പിന്നെ ഇതിലൊക്കെ പ്രധാനമായിട്ടും മൂഡ് റെഗുലേഷനും മെൻ്റൽ ഹെൽത്തിൽ ഡിപ്രഷൻ പ്രിവെൻഷനും ഒക്കെ വളരെയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ആ സ്ട്രെസ്സിനെ ഇത് കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ബ്രെയിനിൽ കറക്റ്റായിട്ട് ന്യൂറോ ട്രാൻസ്മിഷൻ കറക്റ്റായിട്ട് നടക്കുമ്പോൾ സെറട്ടോണിൻ്റെ അളവ് കൂട്ടും. അപ്പോൾ ഇങ്ങനെ സെറട്ടോണിൻ്റെ അളവ് കൂട്ടാനും ന്യൂറോ ട്രാൻസ്മിഷൻ കറക്റ്റായിട്ട് നടത്താനും ഒക്കെ സഹായകമാണ് വൈറ്റമിൻ ഡി. പിന്നെ കൂടാതെ തന്നെ കോർട്ടിസോളിൻ്റെ ലെവല് ബാലൻസ് ചെയ്യാനായിട്ട്, കൂടാതെ കോർട്ടിസോൾ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഹോർമോൺ, ഇത് കൂടാതെ നമ്മൾ ബാലൻസ് ചെയ്യാനായിട്ട് വളരെയേറെ സഹായകമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കോർട്ടിസോളിൻ്റെ അളവ് കൂടുമ്പോൾ സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ വളരെയേറെ കൂടും. അപ്പോൾ അതിന് കോർട്ടിസോളിൻ്റെ അളവ് കൂടാതിരിക്കാനായിട്ട് സഹായകമായ ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. പിന്നെ പ്രധാനമായിട്ടും ആൻറ്റി ഇൻഫ്ലമേറ്ററി സ്ട്രെസ്സ് മൂലം ഉണ്ടാകുമ്പോൾ നമുക്കറിയാം, സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനൊരു വീക്കം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് പണ്ടത്തെ കാലത്തെ ആൾക്കാർ പിത്തം എന്നൊക്കെ പറയും. അപ്പോൾ പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, വെയിൽ കൊള്ളടാ പോയി എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് വൈറ്റമിൻ ഡിക്ക്. അപ്പം ശരീരത്തിൽ സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന വീക്കം കുറയ്ക്കാനായിട്ട് വളരെയേറെ സഹായകമായ ഒന്നാണ്. പിന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഉറക്കം, നമ്മുടെ ഉറക്കത്തിൻ്റെ പാറ്റേണൊക്കെ കറക്റ്റാക്കാനും നമ്മുടെ സ്ലീപ്പിംഗ് ക്വാളിറ്റിയൊക്കെ നിലനിർത്താനും ഒക്കെ സഹായകമായ ഒന്നാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഇപ്പം നല്ല രീതിയിൽ നന്നായിട്ട് നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് സ്ട്രെസ് ലെവൽ വളരെയേറെ കുറയുന്നുണ്ട് അല്ലേ. ഇന്നലെ രാത്രി നല്ല പോലെ ഉറങ്ങി, അതുകൊണ്ട് ഞാൻ നല്ല ഉഷാറാണെന്നൊക്കെ ആളുകൾ പറയാറില്ലേ. അങ്ങനെ നല്ല രീതിയിലുള്ള ഉറക്കം ലഭിക്കുന്നതിനും വൈറ്റമിൻ ഡി നമ്മൾക്ക് സഹായകമായ ഒന്നാണ്. അപ്പം
വൈറ്റമിൻ ഡി നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണക്രമത്തിൽ നിന്നും അതുപോലെ തന്നെ സൂര്യപ്രകാശത്തിൽ നിന്നും സപ്ലിമെൻറ്റിൽ നിന്നൊക്കെയാണ്. അപ്പോൾ ഈ നമ്മൾ പലപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന ആളുകളോട് ഞാൻ പലപ്പോഴും വൈറ്റൽസ് ടെസ്റ്റ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ അളവ് കുറയുന്നതുകൊണ്ട് മൂഡ് സ്വിങ്സ് ഉണ്ടാകാനും അതുപോലെ തന്നെ സ്ട്രെസ്സും ആൻസൈറ്റിയും കൂടുന്നതായിട്ടും അത് റെഗുലേറ്റ് ചെയ്യുമ്പോൾ ഡിപ്രഷനിലേക്കൊക്കെ പോകാതെ ഈ സ്ട്രെസ് കുറയ്ക്കാനും മൂഡ് സ്വിങ്സ് ഒഴിവാക്കാനും ഒക്കെ സഹായകമാണ്. അപ്പോൾ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയേറെ നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റം നല്ലപോലെ നിലനിർത്താനും അതുപോലെ തന്നെ ബോണിൻ്റെ വളർച്ചയ്ക്കും ഹാർട്ടിനൊക്കെ വളരെയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ പലപ്പോഴും വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഡയറ്റിലൂടെ മാത്രം പോരാ, സപ്ലിമെൻറ്റ് കഴിച്ച് വേണം അത് ബാലൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്തൊരു ഫലപ്രദമായിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.